ആയിരിക്കും കേട്ടോ. യെസ്, നെക്സ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു മൂവിയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ശ്രീസാറിൻ്റെ അടുത്തുനിന്ന്. അല്ല, ഇവരിലെ നമുക്ക് എപ്പോഴെങ്കിലും ആളെ മാറ്റാം. അവൾ ഡയലോഗ് പറഞ്ഞിട്ട് ആ കൊച്ചു ഡയലോഗ് റെഡി ആയില്ലെങ്കിൽ അപ്പം തന്നെ ഇയാളെ വെച്ച് ഡയലോഗ് എടുക്കും. ഇനിയും ഒരുപാട് സിനിമകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. യെസ്, ഓവർ ടു യു. എങ്ങനെയുണ്ടായിരുന്നു മൂവിയിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റി. എല്ലാവരെയും ഇത്രയും ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതെന്നെ ഭാഗ്യമാണ്. സൂപ്പർ. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ശ്രീജിത്തേട്ടൻ. അതുപോലെ തന്നെ ശ്രീജിത്തേട്ടനും ഇനിയും നിരവധി സിനിമകൾ നമുക്ക് കാണാൻ പറ്റട്ടെ. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു ഇനി ഒരു പ്രസ് മീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനി താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ഇനി ചെറിയൊരു പ്രസ് മീറ്റും കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് പോകുന്നതിന് മുമ്പ് can I have Peter sir on to the stage once again along with നമ്മുടെ ഇടിയൻ ചന്തുവിലെ ചന്തുവായ വിഷ്ണു ചേട്ടനെയും കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഫുൾ മൂവിയിൽ നിന്നും നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? എന്തായാലും ജൂലൈ 19 ഇത് റിലീസ് ആവാൻ പോവാണ്. അപ്പം പീറ്റർ സാർ ഓൾറെഡി നമ്മളോട് ഒരുപാട് എന്താ പറയുന്നത്, പുള്ളിക്കാരൻ അത്രയും എഫേർട്ട് എടുത്ത് വന്ന് നിന്ന് ചെയ്തൊരു മൂവിയാണെന്ന് പറയുന്നത്. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ആൻഡ് ഇവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് മൂവി ലോഞ്ച് കോഴിക്കോട്. അപ്പം ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് ആ കാര്യങ്ങൾ ഒന്ന് പറയണം. അല്ല, ഇതിൽ നമ്മളെല്ലാ സിനിമയ്ക്കും പറയണ പോലെ ഇതിലെല്ലാം ഉണ്ട്. കുറച്ച് തമാശയുണ്ട്, കുറച്ച് ഇമോഷൻ ഉണ്ട്, ഫാമിലി ഡ്രാമ, അങ്ങനെ എല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ ആ ടീസറിൽ പറഞ്ഞാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. +2 പിള്ളേർ ഇടി കണ്ടിട്ടുണ്ടാ, നല്ല നാടൻ ഇടി, അത് ഈ പടത്തിലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഇതെന്തായാലും വർക്കാവണ ഒരു പരിപാടിയാണ്. ഇതെല്ലാവരും ധൈര്യമായിട്ട് ഒന്ന് കാണും. താങ്ക് യു. Sir, over to you also. We'd like to hear from you about this movie. Just a short to the everyone who's around here. To say about this film is, I can say it is very close to my real life. Why I like this film so much is, it is very realistic and it has so much of connection with me and my father and with me and my children. And it has very realistic and I love many shooting and I've been doing for this movies one reason, that is it has an information like to the public and the important thing is every children's in this country in India, they have to see this so that they can understand that what can they defend themselves and what is good and what is bad. That is the reasons why I gave more. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.